വിവിധ വിഭാഗങ്ങളിലായി 2024 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആകെ 132 പേരാണ് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾക്ക് അർഹമായത്. 5 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം, 17 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വിവിധ വിഭാഗങ്ങളിലെ പത്മശ്രീ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, തെന്നിന്ത്യൻ നടൻ ചിരഞ്ജീവി, വൈജയന്തിമാല, പത്മസുബ്രഹ്മണ്യം, ബിന്ദേശ്വർ പഥക് എന്നീ 5 പേർക്കാണ് പത്മവിഭൂഷൺ. വിജയകാന്ത്, ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഉഷ ഉദപ്പ്, ഒ രാജഗോപാൽ ഉൾപ്പെടെ 17 പേർക്കാണ് പത്മഭൂഷൺ. 110 പേർക്കാണ് വിവിധ വിഭാഗങ്ങളിലായി പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിൽ നിന്ന് ചിത്രൻ നമ്പൂതിരിപ്പാടിനും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിക്കും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ബിന്ദേശ്വർ പഥക്കിനും ചിത്രൻ നമ്പൂതിരിപ്പാടിനും ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും വിജയകാന്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. നേരത്തെ ആദ്യ പട്ടിക പുറത്തുവിട്ടപ്പോൾ കേരളത്തിൽ നിന്നുള്ള 3 പേരാണ് പുരസ്കാരത്തിന് അർഹമായിരുന്നത്. കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ EP നാരായണൻ, കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ ബലേരി എന്നിവരാണ് പുരസ്കാരം നേടിയത്. സാധാരണക്കാരായ പ്രതിഭകളുടെ പട്ടികയിലാണ് 3 പേരും പുരസ്കാരത്തിന് അർഹമായത്. ഇതിനു പിന്നാലെയാണ് പത്മവിഭൂഷൺ പുരസ്കാരം ഉൾപ്പെടെ പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.